കാസർഗോഡ് നഗരസഭയ്ക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യം ഉയരുന്നു. നഗരസഭാ അധ്യക്ഷ ഷഹിദ സലീം മന്ത്രി KM ഷാജിക്ക് നിവേദനം നൽകി. കാസർഗോഡ് നഗരസഭയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജില്ലയുടെ ആസ്ഥാന നഗരമായ കാസർഗോഡ് പ്രവർത്തിക്കുന്ന നഗരസഭാ ഓഫീസ് കെട്ടിടം കാലപ്പഴക്കവും സ്ഥലപരിമിതിയും കാരണം ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ചോർന്നു വീഴുന്നതും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ഓഫീസ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായി നഗരസഭാധ്യക്ഷ ഷാഹിന സലീം മന്ത്രി KM ഷാജിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നു. നിലവിലുള്ള കെട്ടിടം 1968 നവംബർ 26-ന് നിർമ്മാണം തുടങ്ങി 1978 ജൂൺ 23-നായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. നഗരസഭയുടെ ചരിത്രത്തിലെ ഒട്ടേറെ സുപ്രധാന തീരുമാനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ കെട്ടിടം ഇന്ന് അറ്റകുറ്റപ്പണികൾ കൊണ്ട് മാത്രം നിലനിർത്തുവാനാകാത്ത അവസ്ഥയിലാണ്. കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലെയും കോൺക്രീറ്റ് ഇളകിയതിനാൽ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സുരക്ഷാ ഭീഷണിയുമാകുന്നു. കൂടാതെ പഴയ ഫയലുകൾ ആവശ്യമായ സംഭരണ സൗകര്യമില്ലാത്തതിനാൽ തറയിലും വരാന്തകളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. വൈദ്യുതി വയറിങ്ങുകളും കാലഹരണപ്പെട്ടതും അപകട സാധ്യത നിറഞ്ഞതുമായ നിലയിലുമാണ്. ജില്ലയുടെ ആസ്ഥാന നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഈ നഗരസഭാ ഓഫീസിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. സംസ്ഥാനത്തെ പ്രധാന ഫസ്റ്റ് ഗ്രേഡ് നഗരസഭകളിലൊന്നായ കാസർഗോഡ് നഗരസഭയ്ക്ക് നിലവിലെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഓഫീസ് സമുച്ചയം അനിവാര്യമാണ്. ഓഫീസ് കെട്ടിടം പുതുക്കി പണിയുന്നതിനായി കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ കാര്യമായ പുരോഗതിയില്ല. അതിനാൽ പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കുകയും പുതിയ ബജറ്റിൽ ആവശ്യമായ 7 കോടി രൂപ കൂടി അനുവദിക്കുകയും ചെയ്ത് നഗരസഭയ്ക്ക് ആധുനികവും സുരക്ഷിതവുമായ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.